പിടിക്കാൻ പോകുന്നേ? ഇങ്ങോട്ട് വാ. അയ്യോ സുഭാഷ്, എന്റെ കുപ്പി പൊട്ടിക്കില്ലേ സുഭാഷ്? പാത്രത്തേ പാത്രത്തായോ? അയ്യോ തൊടല്ലേ, ഇത് തൊടല്ലേ. എവിടെയാ പോണേ? ഹലോ, എല്ലാവർക്കും നമ്മുടെ 90 ഡേയ്സ് ഹെയർ ഗ്രോ ചാലഞ്ചിൻ്റെ 47ാമത്തെ ഡേയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡേയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ സമയത്ത് നമ്മൾ 2 ഹെയർ പാക്കുകളാണ് ഈ ഒരു വീക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു എഗ് പാക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ആ ഒരു പാക്ക് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പാക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് സ്മെല്ല് കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളുള്ളവർക്ക് ഷാമ്പൂ ഇട്ടിട്ട് വാഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡേയിൽ നമ്മൾ എന്താ ചെയ്ത് കൊടുക്കണേന്ന് വെച്ചാൽ, ഇന്ന് ഡീപ്പ് ഓയിലിംഗ് ഡേ ആണ്. അതായത് നമ്മൾ അത്യാവശ്യം നല്ലോണം നമ്മുടെ ഹെയർ ഓയിൽ എടുക്കുക, അത് നമ്മുടെ സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്തിലേക്കും നല്ലോണം ഇട്ട് കൊടുക്കുന്ന ഒരു ദിവസമാണ് ഇന്നെന്ന് പറയുന്നത്. ബാക്കി എല്ലാ ഡേയിലും നമ്മൾ വളരെ കുറച്ച് ഓയിലാണ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സ്കാൽപ്പിലേക്കാണെങ്കിലും മുടിയുടെ ലെങ്തിലേക്കാണെങ്കിലും ഒക്കെ വളരെ കുറച്ച് ഓയിലായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ഡേ നമ്മൾ നന്നായിട്ടൊന്ന് ഓയിൽ ചെയ്യുന്ന ഡേ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഷാമ്പൂ വാഷോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഡേയിൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പ് ഒന്ന് ക്ലീൻ ആക്കുന്ന ഡേയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷാമ്പൂവും കൂടി ഈ ഒരു സമയത്ത് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഷാമ്പു വേണമെങ്കിലും ഉപയോഗിക്കാം. നാച്ചുറൽ ഷാമ്പൂസ് വേണമെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഷാമ്പു ആണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഷാമ്പു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് നാച്ചുറൽ കാര്യങ്ങൾ ട്രൈ ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ ആഴ്ച നിങ്ങളൊരു കെമിക്കൽ ഷാമ്പു ട്രൈ ചെയ്തെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾ എന്തെങ്കിലും നാച്ചുറൽ കാര്യങ്ങൾ, താളിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇടവിട്ടൊക്കെ ഓരോ ഗ്യാപ്പ് വെച്ചിട്ട് നിങ്ങൾ മാറ്റിയും തിരിച്ചൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതായത് ഷാമ്പു ആയിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡേയിൽ നന്നായിട്ട് ഓയിൽ ചെയ്ത് കൊടുക്കുന്ന കാര്യവും അതുപോലെ തന്നെ ഷാമ്പൂ വാഷും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 5 മണിയൊക്കെ ആയ സമയമാണ്. അപ്പോൾ ലൈറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യണ കാര്യങ്ങളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ 1 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഷാമ്പൂ വാഷ് ചെയ്യേണ്ട സമയമൊക്കെ ആയപ്പോഴത്തേക്കും ലൈറ്റ് ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഷാമ്പുവോ കാര്യങ്ങളോ ഒന്നും കാണിക്കണില്ല. ഇന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ദീദി ഷാമ്പു ആയിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിൽ താളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സമയത്ത് ഞാൻ മാറ്റി തിരിച്ചൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നാച്ചുറൽ താളി കാര്യങ്ങളൊക്കെ അല്ലാതെ നാച്ചുറൽ ഷാമ്പൂസ് കാര്യങ്ങളുടെയൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കണേ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതിന് മുൻപ് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന നാച്ചുറൽ ഷാമ്പൂസിൻ്റെ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു ഓയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു ചെറിയൊരു മസാജൊക്കെ കൊടുത്ത് ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ഒരു മണിക്കൂറൊക്കെ നമുക്ക് അങ്ങനെ തന്നെ വെച്ചേക്കാം. അതിന് ശേഷം നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഏത് ഷാമ്പു ആണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് സ്കാൽപ്പും മുടിയുടെ ലെങ്ത്തും ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് മുടി ഉണങ്ങി നൈറ്റ് കിടക്കുന്നതിന് മുൻപായിട്ട് സ്കാൽപ്പിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നാളത്തെ ഡേയിൽ കുളിക്കണേൻ്റെ 1 മണിക്കൂർ മുൻപായിട്ട് വളരെ കുറച്ച് ഓയിൽ സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്തിലേക്കും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം കുളിക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ.